ഹലോ, എല്ലാവർക്കും സുഖമാണോ? വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. പ്രത്യേകിച്ച് പുറത്ത് പോവുകയാണ്. അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് റെഡിയായിട്ട്, ഭയങ്കര ചൂടല്ലേ, അപ്പോൾ ഒന്ന് കുളിച്ച് റെഡിയായിട്ട് പോകാമെന്ന് വിചാരിച്ച് ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് നേരെ ഇറങ്ങുകയാണ്. വേറെ മേക്കപ്പും കാര്യങ്ങളൊന്നുമില്ല. സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഒരു ഡ്രസ്സും കുഞ്ഞ് മേക്കപ്പും, ജസ്റ്റ് സൺസ്ക്രീം അപ്ലൈ ചെയ്ത് ലിപ്സ്റ്റിക് ഇട്ട് നേരെ പുറപ്പെടുകയാണ്. നന്നായിട്ട് സൂര്യൻ ഉദിച്ച് പണ്ടാരടങ്ങുന്നതിന് മുന്നേ തിരിച്ച് വീട്ടിൽ കയറണം. കാരണം ഇപ്പോഴത്തെ ചൂട് ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. അപ്പം ഒരുപാട് ചൂടേൽക്കാതെ തണല് പറ്റിയാണ് പോകുന്നത്. എന്നാലും ചൂടേൽക്കേണ്ട സമയം വരുമ്പോഴത്തേനും സൂര്യനിൽ നിന്ന് നമ്മൾ ഒരു കണിക, അതായത് ചൂടിൻ്റെ ഒരു കണിക പോലും മിസ്സാക്കാതെ എല്ലാം ശരീരത്തിൽ കൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് സൺസ്ക്രീൻ ഞാൻ വാരി പൊത്തി കയറ്റിയിട്ടുണ്ട്. ഇഷ്ടം പോലെ ഞാൻ തേച്ച് വെച്ചിരിക്കുക മുഖത്തും കയ്യിലും കാലിലും. നിങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അല്ലേ നിങ്ങളും ട്രാവൽ ചെയ്യുന്നത്? ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ട്രാവൽ ചെയ്യാവുള്ളൂ. പിന്നെ ആദ്യമേ തന്നെ നമ്മളൊരു ലാബിലാണ് പോയത്. ലാബിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് എന്താണാവോ എന്തോ കണ്ണാടി കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മുടിയൊക്കെ നോക്കണം, ഞാൻ ഓക്കെ ആണോ നോക്കണം. പിന്നെ നമ്മൾ ഒരു ഫർണിച്ചർ എടുക്കാണ്ടായിരുന്നു, ഒരു കട്ടിലെടുക്കാണ്ടായിരുന്നു. ആ കട്ടിലിന് വേണ്ടിയിട്ട് നല്ല തടി തപ്പി കുറേ കടകളിൽ കയറി. പക്ഷെ എല്ലാം കാണാൻ കൊള്ളാം, പക്ഷെ നല്ലത് നോക്കിയെടുക്കണമെങ്കിൽ കുറച്ച് വെയിലൊക്കെ കൊള്ളണം, കുറച്ച് നടക്കണം. എൻ്റെ ഫാദറിന് നടക്കുന്ന നടപ്പുണ്ട്. ഫാദറിന് ഇത് നിസ്സാരമാണ്, വെയിലൊക്കെ നിസ്സാരമാണ്. വെയിൽ കൊണ്ട് വാടത്തില്ലെന്നോ അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലൊക്കെ ഇല്ല. പക്ഷെ ഞാൻ വാടും കേട്ടോ. ഒരുപാട് വെയിൽ കൊള്ളാത്തത് കൊണ്ടായിരിക്കണം, എ സിക്ക് ഒരുപാട് നേരം എ സിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ടായിരിക്കണം ഇങ്ങനെ തണലൊക്കെ പറ്റി പാളയം എനിക്ക് പറ്റിയ സോണാണ്. കാരണം എൻ്റെ കംഫർട്ട് സോണാണ്. ഇഷ്ടം പോലെ നല്ല കടകളും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ ശക്തമായ വെയിലേൽക്കേണ്ട ആവശ്യമില്ല പാളയത്ത് വന്നു കഴിഞ്ഞാൽ. പിന്നെ എൻ്റെ ഫാദർജിക്ക് എൻ്റെ പൊന്നെ പോക്കറ്റ് റോഡ്, നല്ല ട്രാഫിക് ആയിട്ടുള്ള വഴിയിൽ നിന്ന് എന്തൊക്കെയോ പോക്കറ്റ് റോഡ് കയറി നമ്മൾ ചാലയിലിറങ്ങി. ആക്ച്വലി പപ്പയുടെ ഒരു ഫ്രണ്ടിൻ്റെ മാനേജറായിട്ടുണ്ട്. സോ ആ കടയിൽ പോയിട്ട് നമ്മൾ ഫർണിച്ചർ നോക്കാൻ കയറി കേട്ടോ. പിന്നെ അവിടുന്ന് നല്ല ഫർണിച്ചറൊക്കെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും നമ്മൾ ആര്യശാല ഭാഗത്തൂടെ കയറി ഇറങ്ങി ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഉണ്ടല്ലോ, ഞാൻ വിചാരിച്ചു മിക്കവാറും ഞാൻ താഴെ കിടക്കുന്നു. കാരണം കുഴഞ്ഞു വീഴുന്ന പരുവത്തിലായി. മുഖത്ത് പൗഡറും പൊട്ടിയിട്ടതിൻ്റെ സൺസ്ക്രീം ഇട്ടതിൻ്റെ മെച്ചം മാത്രമേ ഉണ്ടായിരുന്നു. ഇങ്ങനെ ദാഹിച്ച് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ഇങ്ങനെ ദാഹിച്ച് ഞാൻ കേഴുമായിരുന്നു. പക്ഷേ എൻ്റെ ഫാദർജി നല്ല സോഡ നാരങ്ങ വെള്ളം നല്ല കടയിൽ നിന്ന് വാങ്ങിച്ചു തന്ന് അത് കുടിച്ച് ഞാൻ ഈ ഫാനിൻ്റെ മൂട്ടിൽ ഇങ്ങനെ കാറ്റുകൊണ്ട് തിരിച്ച് വീട്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. രാവിലെ പോയപ്പോഴും കുളിച്ച്, ഞാൻ തിരിച്ച് വന്നപ്പോഴും കുളിച്ച്. ഞാൻ കുളിച്ചൊന്ന് പുറത്ത് റെഡി ആയിട്ട് വന്നപ്പോഴത്തേനും കട്ടിലുമായിട്ട് നമ്മുടെ സാരഥി വന്നു. അപ്പം അത്രേ ഉള്ളൂ. ഇതിപ്പം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതായിരിക്കും നല്ലത് വോയിസ് ഓവർ കൊടുക്കുന്നതിനെക്കാട്ടും. ട്രിവാൻഡ്രത്ത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാലക്കാടൊക്കെ എന്തായിരിക്കും അവസ്ഥ ആലോചിക്കാവുന്നതേ ഉള്ളൂ, ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ പുറത്ത് പോകുന്നതിന് മുന്നേ ഒന്ന് കുളിച്ചു. 11:57 വീട്ടിലെത്തി തിരിച്ച്. പക്ഷേ ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തത് ചൂട്. തിരിച്ച് ഞാൻ വന്ന് വീണ്ടും കുളിച്ച് ഇപ്പം ഒരു ദിവസം 3-4 നേരം തുണി മാറുന്നത്. അത്രയ്ക്കും ചൂടാണ്, കുഴഞ്ഞു പോകുന്ന ചൂട്. പിന്നെ എനിക്കിന്ന് വൈറ്റ് നൈറ്റ് ഷിഫ്റ്റാണ്. സോ ഒരുപാട് ബോഡി ടയേർഡാക്കാൻ പാടില്ല. 12 hours ഷിഫ്റ്റ്. അപ്പം ബോഡി ടയേർഡാക്കാൻ പാടില്ല, നന്നായിട്ട് ഉറങ്ങണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം എത്ര മണിയായി? 1:10. നിങ്ങൾ കണ്ടില്ലേ, വീട്ടിൽ ഒരു കുഞ്ഞ് കട്ടിൽ വാങ്ങിച്ച് അപ്പം അതൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് അതിൻ്റെ സംഭവങ്ങളെല്ലാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്തെ മുറിയിൽ. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഇഷ്ടം പോലെ കറികൾ വെച്ചിട്ടുണ്ട് ചോറുണ്ണാൻ വേണ്ടി. ഒന്നും കഴിക്കാൻ തോന്നില്ല, കാരണം വയറ് നിറച്ച് വെള്ളം കുടിച്ച് ഡീഹൈഡ്രേഷൻ ആവാൻ പാടില്ല. അതുകൊണ്ട് ഇഷ്ടംപോലെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതുവരെ രാവിലെ തൊട്ടുള്ള വ്ലോഗും കാര്യങ്ങളും കണ്ടല്ലോ. എന്നമ്മാ, എൻ്റെ സോളുമാണ് നായി. എന്നമ്മാ, എക്സ്ക്യൂസ് മീ. അപ്പോൾ വേറെ എന്തെൻ്റെ വിശേഷം? സുഖമാണോ? വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. സിമ്പിൾ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പണ്ട് എനിക്കിങ്ങനെ ക്യാമറ നോക്കി ലെൻസ് നോക്കിയിട്ട് സംസാരിക്കാനൊക്കെ ഭയങ്കര
എന്തോ ഒരു വിമിഷ്ടമായിരുന്നു. ഇപ്പം ഓക്കെ ആയി വരുന്നു. ഓക്കെ ആയി വരുന്നു. ഫുൾ ഓക്കെ ആയില്ല, ഓക്കെ ആയി വരുന്നു. അപ്പം വ്ലോഗ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വേറൊന്നുമില്ല. ടാറ്റാ. ഞാൻ ഇനിയും ഇതുപോലത്തെ വ്ലോഗായിട്ട് വരും. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമല്ലോ. ചുമ്മാ ഇരിക്കട്ടെ അല്ലേ, ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. അപ്പം ടാറ്റാ, ബൈ ബൈ.